സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നത് ആശങ്കയുണ്ടാക്കുകയാണ്. 18 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 41 കേസുകളാണ്. അമീബിക് മസ്തിഷ്ക ജ്വര വ്യാപനത്തെ തുടർന്ന് ആശങ്കയിലാണ് കോഴിക്കോട് ജില്ലയിലെ ഫയർഫോഴ്സ്. ജില്ലയിലെ ജലാശയങ്ങളിൽ ഇറങ്ങില്ല എന്നാണ് മുങ്ങൽ വിദഗ്ധർ പറയുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരെ ഇക്കാര്യത്തിൽ ആശങ്കയും അറിയിച്ചിട്ടുണ്ട്. VS രഞ്ജിത്ത് നമുക്കൊപ്പം. VS രഞ്ജിത്ത്, ജലാശയങ്ങളിൽ നിന്ന് രോഗാണു തലച്ചോറിലെത്തി മരണകാരണമാകാവുന്ന മാരകമായ അസുഖമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. 18 പേർ ചികിത്സയിലെന്ന് പറയുമ്പോൾ ജലാശയങ്ങളിലെല്ലാം ആശങ്കയോടെ നോക്കേണ്ട ഒരു സാഹചര്യമാണോ നിലവിൽ? തീർച്ചയായിട്ടും ജലാശയങ്ങൾ വൃത്തിയാക്കാനും ശുചീകരിക്കാനുമുള്ള ഒരു തീവ്ര യജ്ഞ പദ്ധതി സർക്കാർ തന്നെ ഈ ശനി ഞായർ ദിവസങ്ങളിൽ നടപ്പാക്കാൻ പോവുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നതിൻ്റെ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകുന്നത്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു കഴിഞ്ഞാൽ 90-95% അത് മരണത്തിലേക്ക് പോകും എന്നുള്ളൊരു അനുഭവമാണ് നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ളത്. കോഴിക്കോട് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലയിലുള്ള ജലാശയങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി ഇറങ്ങാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിലാണ് ഫയർഫോഴ്സിലെ സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ള മുങ്ങൽ വിദഗ്ധന്മാർ പറയുന്നത്. കാരണം അത് കുളത്തിലാണെങ്കിലും കിണറിലാണെങ്കിലും ഒക്കെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അത് ഫയർഫോഴ്സിൻ്റെ ജീവനക്കാർ അതിൽ ഇറങ്ങേണ്ടി വരുന്നുണ്ട്. അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ജീവനും തന്നെ ഭീഷണിയാവുന്നൊരു പ്രവർത്തനമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് പ്രത്യേകമായ സുരക്ഷാ ക്രമീകരണം ഒരുക്കണം എന്നുള്ളതാണ് സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി ക്ലോറിനേഷൻ അതെല്ലാം കൃത്യമായി നടപ്പാക്കേണ്ടതുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്ന അല്ലെങ്കിൽ അവിടെ പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ പ്രദേശങ്ങളിലുള്ളവരൊക്കെ ആശങ്കയോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കാണുന്നത്.